മൂവാറ്റുപുഴ നഗരസഭയുടെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം അവതരിപ്പിച്ചു. വൈവിധ്യവും വിസ്മയകരവുമായ വികസനവും ക്ഷേമവും വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ബഡ്ജറ്റാണ് PM അബ്ദുൾ സലാം അവതരിപ്പിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകിയുള്ള ബഡ്ജറ്റ് കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈവിധ്യവും വിസ്മയകരവുമായ വികസനവും ക്ഷേമവും വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്നതാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം അവതരിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭയുടെ 2026-27 ബജറ്റ്. നഗരത്തിന്റെ സമഗ്രമായ പഠനത്തിനും ഉന്നമനത്തിനും പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് PM അബ്ദുൾ സലാം ഇന്ന് അവതരിപ്പിച്ചത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പ, MLA, MP ഫണ്ടുകൾ, നികുതി, വാടക ഉൾപ്പെടെയുള്ള നഗരസഭയുടെ തനത് വരുമാനം തുടങ്ങിയവ ഉപയോഗപ്പെടുത്തിയാണ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. CSR ഫണ്ട് ഉപയോഗിച്ച് വർഷങ്ങളായി പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്ന സംസ്ഥാന പദ്ധതികൾ നടപ്പാക്കാൻ പരിശ്രമിക്കും. ബൈപ്പാസുകൾ അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പാക്കാൻ ഈ കൗൺസിൽ പരമാവധി പരിശ്രമിക്കും. ഇതിനായി ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിക്കും. ഭരണ രാഷ്ട്രീയ തലത്തിൽ ഇടപെടൽ ഉണ്ടാകും. നഗരത്തിൻ്റെ ആകെ വികസനത്തിന് ഒപ്പം വാർഡുകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കണക്കെടുത്ത് ആവശ്യമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തും. മുഴുവൻ വാർഡുകളെയും ഒന്നായി കണ്ടുള്ള പ്രവർത്തനമാണ് ഈ കൗൺസിൽ ലക്ഷ്യമിടുന്നത്. മുഴുവൻ വാർഡുകളെയും ഒന്നായി കണ്ടുള്ള പ്രവർത്തനമാണ് ഈ കൗൺസിൽ ലക്ഷ്യമിടുന്നത്. നഗരസഭയുടെ വരുമാനം ഉയർത്തുന്നതിനെക്കുറിച്ച് ഗൗരവകരമായ ചർച്ചയും നിർദ്ദേശവും ഉയർന്നു വരണമെന്ന് ഇത്തരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൗൺസിൽ അംഗങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും കാരണം പറഞ്ഞ് വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആവില്ല. ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ജനോപകാരപ്രദമാകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടാകണം. ഇതിനായി പൗരപ്രമുഖർ, രാഷ്ട്രീയ നേതൃത്വം, സാമൂഹിക സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, യുവാക്കൾ, സ്ത്രീകൾ തുടങ്ങിയവരുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങൾ, ക്ലബ്ബുകൾ, വ്യാപാരി സംഘടനകൾ, മാധ്യമ കൂട്ടായ്മ എന്നിവരുടെയും പിന്തുണയും സഹകരണവും ഉറപ്പുവരുത്തും. മുന്നാണ്ടത്തെ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 67,74,066 രൂപ വരവും 60,87,60,658 രൂപ ചെലവും 6,14,13,408 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് PM അബ്ദുൾ സലാം അവതരിപ്പിച്ചത്. നീക്കിയിരിപ്പ് 15,96,41,059 രൂപയും നീക്കിയിരിപ്പ് 15,96,41,059 രൂപയും തന്നാണ്ടത്തെ വരവ് 46,48,46,754 രൂപയും ചേർത്ത് 62,44,87,813 രൂപ വരവും 51,96,96,647 രൂപ ചെലവും 10,47,91,166 രൂപ നീക്കിയിരിപ്പുമുള്ള 2025-26 വർഷത്തിലെ പുതുക്കിയ ബഡ്ജറ്റും 10,47,91,166 രൂപ മുന്നിരിപ്പും 56,53,82,900 വരവും ഉൾപ്പെടെ ആകെ 67,01,74,064 രൂപ വരവും 60,87,60,658 രൂപ ചെലവും 6,14,13,408 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തിലെ ബഡ്ജറ്റും എസ്റ്റിമേറ്റും ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസ ശാക്തീകരണത്തിനായി 70 ലക്ഷം രൂപയും റോഡ് നവീകരണങ്ങൾക്കായി 95 ലക്ഷം രൂപയും പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തുന്നതിനായി 40 ലക്ഷം രൂപയും മാലിന്യമുക്ത നഗര പദ്ധതി നടപ്പിലാക്കുന്നതിനായി 31 കോടി രൂപയും വനിതാ വികസന പരിപാടികൾക്കായി 70 ലക്ഷം രൂപയും ലഹരിമുക്ത നഗരസഭയ്ക്കായി 5 ലക്ഷം രൂപയും ത്രിവേണി സംഗമത്തിലെ തൂക്കുപാലത്തിന് സർവേക്കായി 10 ലക്ഷം രൂപയും മൂവാറ്റുപുഴയാർ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിന് 25 ലക്ഷം രൂപയും ജനറൽ ആശുപത്രിയുടെ വികസനത്തിനായി 3,40 ലക്ഷം രൂപയും ആയുർവേദ ആശുപത്രിയുടെ നവീകരണത്തിന് 48 ലക്ഷം രൂപയും ഭവന പദ്ധതികൾക്കായി 50 ലക്ഷം രൂപയും ഭിന്നശേഷി ക്ഷേമത്തിനായി 34,75,000 രൂപയുമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുഡ് സ്ട്രീറ്റിനായി 1 കോടി രൂപയാണ് നഗരസഭ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണം നടന്നത്.
ബജറ്റ് എസ്റ്റിമേറ്റ് ചർച്ചകൾക്കായി നാളെ കൗൺസിൽ വീണ്ടും ചേരും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.